പിന്നെ ഇന്നലത്തെ സെക്കൻഡ് ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, മുളവടി ടാസ്ക്. എനിക്കത് കണ്ടപ്പോൾ സീസൺ 4 വന്ന പോലെ തോന്നി. കാര്യം ബ്ലെസ്ലി ഇതേപോലെ ടാക്റ്റിക്കായിട്ട് ലാസ്റ്റ് കളിച്ചു. അത് നമ്മൾ മറ്റേ കൊടുക്കണ്ടിക്ക് അവിടെ ഇട്ടിട്ട് അടുത്ത ആൾ കയറി പിടിക്കും. അങ്ങനെ എനിക്ക് ചെയ്ത പോലെ എനിക്കൊരു ഓർമ്മ. എനിക്ക് ആ ടാസ്ക് വന്നപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അങ്ങനെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ചെണ്ട കൊട്ടുമ്പോൾ നമ്മളിങ്ങനെ ചാടുമല്ലോ. പക്ഷെ ചെണ്ടയുടെ കൊട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത ആളുടെ മുള കയറി പിടിക്കേണ്ടത്. പക്ഷേ ഒരാൾ ശ്യാമോഹനോ അങ്ങനെയുള്ള ആളാന്ന് തോന്നുന്നു, കൊട്ട് നിർത്തുന്നതിന് മുമ്പേ അളകനന്ദയുടെ മുളയിൽ പിടിക്കാൻ പോയി. അങ്ങനെ ആൾ നേരെ ഡയറക്റ്റ് ഔട്ട് ഹൗസിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തരെയും കളിച്ച് ഔട്ടേ വന്ന് ലാസ്റ്റ് ആയപ്പോൾ താഷിയും ജെറ്റിയും കൂടെ വന്നു. ജെറ്റി അപ്പോൾ അവിടെ ഇരുന്നിട്ട് സ്ട്രാറ്റജിക്കലി കളിച്ചു, താഷി ഫെയർ ആയിട്ട് കളിച്ചു. ശരിക്കും ഇവർ രണ്ടും നല്ല അടിപൊളി കളിക്കുന്നതോട് തോന്നിയുകൊണ്ട് റിയാസ് വന്ന് 1 മോർ റൗണ്ടും കൂടെ പോകാമെന്ന്. അപ്പോഴത്തേക്കും അഖിൽമാർ പറഞ്ഞു എന്തിനാണ് 1 മോർ റൗണ്ടും കൂടെ പോകുന്നത്, രഞ്ജിനിക്ക് 1 മോർ റൗണ്ടും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അഖിൽമാർ പറഞ്ഞു എന്തിനാണ്, ഒരു ചാൻസ് അല്ലേ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ, പിന്നെ ഒരുപാട് ചാൻസ് കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പോഴത്തേക്കും പാവം ജെറ്റി വിചാരിച്ചു ജെറ്റിക്ക് അന്ന് കിട്ടേണ്ട. അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ജെറ്റിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ജെറ്റി പറഞ്ഞു ഒരു റൗണ്ടും കൂടെ പോകണ്ടെന്ന്. അതായത് ആൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സത്യത്തിൽ തിരിച്ചായിരുന്നു, ജെറ്റിക്ക് കിട്ടാൻ ഒരു ചാൻസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഒരു ചാൻസ് കൂടെ. അപ്പോഴത്തേക്കും ജെറ്റി വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രഞ്ജിനി ഹരിദാസിന് ഭയങ്കര ദേഷ്യം വന്ന് നല്ല ഫയറായി. അങ്ങനെ എന്തായാലും താഷിന് ഡയറക്റ്റ് ഇങ്ങനെ സേഫാക്കി പെൻറ്റൻറ്റ് കൊടുത്തു. അത് ഒത്തിരി പേര് ഇൻജസ്റ്റിസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കത് ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നിയിട്ടില്ല. കാര്യം ജെറ്റി അവിടെ മിണ്ടാണ്ടിരിക്കാമായിരുന്നു. അതുമാത്രമല്ല ആളുടെ കമ്പ് ഇങ്ങനെ താഴെ തട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നും കൂടെ നല്ലോണം കളിച്ചുകൊണ്ട് ഒന്നും കൂടി ചാൻസ് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ആൾക്ക് വേണമെങ്കിൽ മിണ്ടാതിരുന്നിട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്നനുസരിച്ച് പോകാമായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേർക്കും അവർ കൊടുത്താനെ. പക്ഷെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് രണ്ടുപേർക്കും കിട്ടിയില്ല. അങ്ങനെ അതിൽ ആ റൗണ്ടിൽ ഒരാൾക്കേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ ജെറ്റിക്കും കൊടുക്കാമായിരുന്നു. പക്ഷേ ജെറ്റിയുടെ ഈ സംസാരം കാരണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കിട്ടാത്തത്. അങ്ങനെ ഒരാൾക്ക് ഇവിടെ പെൻറ്റൻറ്റ് കിട്ടി. എന്നിട്ട് അവിടെ ഷാമോഹനും ബ്രിജോ ഉള്ള ആളാന്ന് തോന്നുന്നു ഔട്ട് ഹൗസിലോട്ട് പോയി.